മനസ്സിലാണോ തിരിച്ചു വരാന്നുള്ളത്. ഹേ എവരിവൺ, സോ വെൽക്കം ടു അവർ ഹെയർ കട്ട് വ്ളോഗ്. ഞങ്ങൾ ഇന്നിപ്പോൾ പോയിരിക്കുന്നത് ആലുവ ട്രൈബ് സലൂണിലാണ്. എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ഹെയർ കട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഞാനിങ്ങനെ വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് കുറച്ച് മുടി നീണ്ടു കഴിയുമ്പോഴത്തേക്കും ഷോർട്ടാക്കണം എന്ന് തോന്നും. എന്നാൽ മുടി നീട്ടത്തിലാണെങ്കിൽ എനിക്കിഷ്ടമാണ് താനും. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് എനിക്ക് ഹെയർ കട്ട് ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ട്രൈബ് സലൂണിൻ്റെ കുറേ റീൽസൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ട്രൈബിലെത്തിയിട്ട് ഞാൻ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ പോയിണ്ടായിരുന്നു. പക്ഷേ 4 hours വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മടി, ജാനി എത്രത്തോളം ഇരിക്കുന്നൊക്കെ ഒരു പേടി. അവളെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ കട്ടും ഹെയർ കളറുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എൻ്റെ കൂടെ എൻ്റെ സന്തത സഹചാരി അമ്മു ഉണ്ട്. അവളെ ഞാൻ കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെയർ കട്ട് ഓൾറെഡി കഴിഞ്ഞു. അമ്മ ഒരു ക്ലീനപ്പൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇപ്പം ഞാനൊരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എനിക്കൊരു ടെൻഷനുണ്ട്. ഞാൻ ഇതിന് മുന്നേ കളർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെയാവും എന്നൊക്കെ ഒരു ഡൗട്ട് അടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ബ്ലീച്ച് ഇടാണ്ടാണ് ഇപ്പോൾ എൻ്റെ ഹെയർ കളർ ചെയ്തിരിക്കുന്നത്. ഒരു 45 minutesനുള്ളിൽ എൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോയ ടൈമിൽ ട്രൈബിൽ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് അവരുടെ ഓഫർ എനിക്കിങ്ങനെ റീൽസിൽ കാണിച്ച് എന്നെ ടെംപ്റ്റ് ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ 25 to 30 സ്ട്രീക്സിൻ്റെ അടുത്ത് ഹെയറാണ് അവരുടെ അടുത്ത് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ മുടി കുറച്ച് ഡ്രൈ സൈഡിലേക്കാണ്, അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് പോയെങ്കിലും ലാസ്റ്റ് ഞാൻ ഹെയർ കട്ടിലും ഹെയർ കളറിങ്ങിലും എത്തി. ലാസ്റ്റ് ഇപ്പോൾ അതാ ഹെയർ കളറിങ് ഒക്കെ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് എനിക്ക് ആൾ സെറ്റ് ചെയ്ത് തരികയാണ്. ഇത്രയും ചെയ്തിട്ടും ഞാൻ ഇപ്പോഴും എൻ്റെ ഹെയർ കളർ എന്തായിട്ടാണ് വന്നതെന്നുള്ളത് കണ്ടിട്ടില്ല. കാരണം ഞാൻ ഫ്രണ്ട് പോർഷനിലേക്ക് അത്ര അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹെയർ ഫുള്ള് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മു എന്നെ ആവശ്യത്തിലേ പുകഴ്ത്തണുണ്ടായിരുന്നു. ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. ചേച്ചി അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അപ്പോഴും ഡൗട്ടായിരുന്നു, എന്നെ വീട്ടിൽ കയറ്റുമോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അർജു എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല അതെങ്ങനെ വരും എന്നുള്ളത്. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ ഷോർട്ടാക്കിയിട്ടുണ്ട് ഹെയറെങ്കിലും ഇങ്ങനൊരു ലുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണെന്ന് തന്നെ പറയാൻ പറ്റും. ഈവൻ ഹെയർ കളർ ആണെങ്കിലും ഒരുപാട് അങ്ങോട്ട് പുറത്തേക്ക് അറിയുന്നില്ല, എന്നാൽ വെയിലത്ത് നിന്നാൽ നല്ലപോലെ അറിയുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളവിടെ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നേരെ താഴെയുള്ള മാക്സിലേക്ക് ചെന്നു. സോ ഹെയർ കട്ടും ഹെയർ കളറിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക്. സമയപ്പോഴത്തേക്ക് ഉച്ചയായി. ഞങ്ങൾ വരുന്ന വഴിക്ക് വേഗം തന്നെ ഒരു ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി മന്തിയൊക്കെ ഓർഡർ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ട്വിസ്റ്റ്. അമ്മയുടെ ആദ്യത്തെ റിയാക്ഷൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതാ ഇപ്പം കേട്ടോട്ടെ. അമ്മ എനിക്കിനി മേലെ കാച്ചി എണ്ണ കാച്ചി തരില്ല എന്നൊക്കെ ഉള്ള സ്ഥിരം ഡയലോഗൊക്കെ പറഞ്ഞെങ്കിലും ജാനിതാ എൻ്റെ വെട്ടിയ മുടിയിൽ നല്ല രീതിയിൽ ചീപ്പൊക്കെ വെച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയ ഹെയർ കട്ട് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.